വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് IAS നേടുക, എന്നിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അടക്കമുള്ള അതുപോലുള്ള DPI പോലുള്ള സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനത്തിരിക്കുക. ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവമല്ല. ഉത്തരേന്ത്യയാണെന്നാണല്ലോ സാധാരണ ഇവിടെ പറഞ്ഞു വെക്കുക ഇത്തരം സംഭവങ്ങളെല്ലാം. ഇത് കേരളത്തിൽ നടക്കുകയാണ്. ഒരാൾക്ക് സ്വാധീനവും പണവും ഉള്ളതിൻ്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് IAS നേടി തലപ്പത്തിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് അനുവദിച്ചു പോകുന്നു കേരളത്തിൽ? ഇത് വലിയൊരു പ്രശ്നമാണ്. ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത് കഴിഞ്ഞ ആഴ്ച വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ചെയിൻ ഓഫ് ടെക്സ്റ്റൈൽ ഷോപ്സ് ഉള്ള ഒരാളുടെ മകനാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ പേര് ആസിഫ് കെ യൂസഫ് എന്ന പേര്. അപ്പോൾ അതിൽ OBCയിൽ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒരു സിസ്റ്റം ഉണ്ടല്ലോ. റിങ്ങര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളായിട്ട് സർട്ടിഫിക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അനിൽ വിളയിൽ ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ്സാണത്, ഫാദർ നടത്തുന്നു. അതിൽ ഇദ്ദേഹം ഒരു പാർട്ട്ണറും കൂടിയാണ്. ഇൻകം ടാക്സ് പെയറാണ് നാച്ചുറലി. അപ്പോൾ ഈ അസറ്റ്സ് മൊത്തമായിട്ട് ഇവരുടെ ഫാമിലി അസറ്റ്സ് ഉള്ളത് ജസ്റ്റ് ബിലോ 74 CR ആണ്, 73 സംതിങ് ക്രോഴ്സാണ്. പക്ഷെ ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ഇൻകം 180,000, 1,80,000 രൂപയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റിലാണ് ഇദ്ദേഹത്തിന് OBC കൂടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിനു മുമ്പും സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പരാതിയൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊബേഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പ്രൊബേഷൻ തീർന്നതിന് മുമ്പ് ആൾ ഇതുപോലൊരു DPI പോലത്തെ ഒരു അത്യുന്നത പൊസിഷനിൽ വന്ന് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ചാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും അത് ഒരു ആക്ഷൻ ഉണ്ടാവേണ്ടതാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അനിൽ വിളയിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ നിലയ്ക്ക് എത്രയും വേഗം അതിനൊരു ആക്ഷൻ ഉണ്ടാവണം. കാരണം DPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തെ ടോപ്പ് ഓഫീസറാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹെഡാണ് DPI, ഡയറക്ടർ പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ മോഡൽ ഡയറക്ടറും വിദ്യാഭ്യാസ ഡയറക്ടറും പിന്നെ എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർ. പക്ഷേ ഇത് ഇറ്റ്സ് എ വെരി ടോപ്പ് പൊസിഷൻ. വളരെ ഡിസിഷൻ മേക്കിംഗ് ഉള്ളൊരു പൊസിഷനാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ പ്രൊബേഷണറി കംപ്ലീറ്റ് ആവാത്ത ഒരാളാണ് അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ വിദ്യാഭ്യാസ ആ രംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അപമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് എത്രയും വേഗം അതിനെന്തെങ്കിലും നടപടി ഉണ്ടായേ ഒക്കൂ. അത് ഇയാളുടെ IASന് നടപടി ഉണ്ടാവും, അത് കേന്ദ്ര സർക്കാർ ഇടപെടണം. അതുപോലെ തന്നെ ആൾ ഇന്ത്യ സർവീസിലാണ് കേന്ദ്ര സർക്കാരിന് എൻ്റെ ഹാൻഡ് മുഴുവൻ. പക്ഷേ അതല്ല സാർ, എൻ്റെ സംശയം, ഇങ്ങനെ ഒരാൾക്ക് ഇത്രയേറെ സ്വത്തുള്ള വലിയ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് പിന്നാക്കം നിൽക്കുന്ന ഒരാൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്? അത് അഴിമതിയല്ലേ? അഴിമതിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് നിലവിലുണ്ടായിരുന്ന തഹസിൽദാർ, ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഭാഗത്ത് എറണാകുളമാണെന്ന് പറയുന്നു ബേസ്. അപ്പോൾ ആ തഹസിൽദാർ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളുടെ സർവീസിലുണ്ടെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചു വിടുകയും ഇതുവരെ കൊടുത്ത ശമ്പളം തിരിച്ചു പിടിക്കുകയും പെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ പെൻഷൻ റദ്ദ് ചെയ്ത് മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ള ശമ്പളം തിരിച്ചു പിടിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ ചെയ്തു, ഇനി പെൻഷൻ ഇനിയിപ്പോൾ എന്നാലും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അല്ലാതെ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ആക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെ അയാൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കറിയാം. അതുമല്ല, ഇതിനൊരു ആക്ഷൻ ഇല്ലെങ്കിൽ ഇനിയുള്ള ആൾക്കാർക്ക് ഇതൊരു തെറ്റായ സന്ദേശമല്ലേ? അതെ, ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും പിടിക്കില്ല എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശക്തമായിട്ടൊരു നടപടി വേണ്ട കാര്യമാണിത്. പക്ഷെ അത് എന്തുകൊണ്ടോ അഡ്വക്കേറ്റ് അനിൽ വിളയിലിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി, ഒരാഴ്ച എന്തോ ആയിട്ടുണ്ട്, ഇതുവരെ LDFൻ്റെ UDFൻ്റെ ആരും ഒന്നും വേണ്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ട്. അതും വളരെ ദുരൂഹതയുള്ള കാര്യമാണ്. അല്ല, എൻ്റെ സംശയം, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊന്നും ഇയാൾക്ക് വലിയ പദവിയൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സർക്കാർ വരുന്നു, ഈ സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് വന്ന സർക്കാരാണ്. അപ്പോൾ കീ പോസ്റ്റുകളിലൊക്കെ ഞങ്ങളുടെ ആൾക്കാർ
ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിയമിക്കാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണോ അനധികൃതമായി നിയമനം കിട്ടിയ ഒരാളെ കൊണ്ടിരുത്തുന്നത്? അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു കാര്യം വ്യക്തമാണല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിനെയും ആശീർവാദവും പിന്തുണയും എല്ലാം കൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഈ 3 പേരും തമ്മിലുള്ള റേസിൽ ഇദ്ദേഹം എന്താ പറയുക, ഫസ്റ്റ് ആയത് അങ്ങനെയാണ്. മറ്റേ 2 പേരും റണ്ണറപ്പും അതിൻ്റെ പുറകിലൊക്കെ ആയിപ്പോയതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആരുടെ പിന്തുണയോട് കൂടിയാണ് വന്നതെങ്കിൽ അവരുടെ വാക്കുകൾക്കൊരു വില കൽപ്പിച്ചല്ലേ വെക്കൂ. അതെ. അപ്പം അങ്ങനെ ആയിക്കൂടാകില്ല. ഇത് അന്വേഷണം നടത്തേണ്ട കാര്യമാകും. അന്വേഷണം നടത്തുക മാത്രമല്ല, ഇയാളെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർ, ഈ തഹസിൽദാർ തൊട്ട് മുകളിലേക്കുള്ള മുഴുവൻ ആൾക്കാരുടെയും പേർക്ക് നടപടി എടുക്കുക കൂടി വേണം എന്നുള്ളതാണ്. ഇയാൾ ആരൊക്കെ പിന്തുണച്ചു എന്നുള്ളതിലും നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അത് തഹസിൽദാരിൽ നിന്ന് തുടങ്ങണം. തഹസിൽദാർ ഇയാളെ നേരിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന ആളായിരുന്നോ, അല്ലെങ്കിൽ മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണോ? വില്ലേജ് ഓഫീസറിൻ്റെ റെക്കമെൻഡേഷൻ ആണോ? അങ്ങനെയൊക്കെ സാർ ക്രീമിലെയറിൻ്റെ സാധനം നമ്മൾ തുടങ്ങുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ തഹസിൽദാരിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഇതേവരെ അങ്ങനെയായിരുന്നു. ഈയിടെ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1-2 വർഷം മുമ്പ് വരെയൊക്കെ അങ്ങനെയായിരുന്നു. വില്ലേജിൽ നിന്നാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ചെയ്ത ആളുണ്ട് ഇതിൻ്റെ പുറകിൽ, ഉണ്ടാവണമല്ലോ. അതുപോലെ പിന്നീട് അതേപോലെ ഈ സർട്ടിഫിക്കറ്റിനെ സ്വീകരിക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടോ? പോലീസ് വെരിഫിക്കേഷൻ ഇയാൾക്കെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്, ഇയാൾ സമരത്തിന് പോകേണ്ടോ എന്ന് മാത്രമല്ലല്ലോ അന്വേഷിക്കേണ്ടത്. ഈ ആളെ പറ്റിയുള്ള ഡാറ്റ മുഴുവൻ ശരിയാണെന്ന് അന്വേഷിക്കുന്നത് പോലീസ് വെരിഫിക്കേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടന്നില്ല എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഒന്നുകിൽ ഈ UDF-ൻ്റെ LDF-ൻ്റെ ആൾക്കാർ ആരെങ്കിലും അനിൽ വിളയിൽ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ മഹാനായിട്ടുള്ള അദ്ദേഹം അനിൽ വിളയിനെതിരെ കേസ് കൊടുക്കണം, എനിക്ക് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഒറ്റ കാര്യം, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതെ. അനിൽ വിളയലിനെ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് കിട്ടിയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് അനവധി ഓൺലൈൻ മീഡിയകളിലൊക്കെ ഈ സംഭവം വന്നു അതിന് ശേഷം. അപ്പോൾ അത് എന്നിട്ട് ഇദ്ദേഹം അനങ്ങിയിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു ദുരൂഹതയല്ലേ. അത് പൈസയുള്ള ആൾക്കാർക്ക് എന്തും സാധിക്കുമെന്നുള്ളൊരു പ്രവണത നല്ലതല്ല. പൈസയും അതുപോലെ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ആ പ്രാവശ്യം ഇത്ര പേർക്ക് റിട്ടേൺ എക്സാമിനേഷന് പാസ്സായിരുന്നെങ്കിൽ അതിലേതെങ്കിലും ഒരാളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ലേ? തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും ഒരു പ്രധാന കാര്യമാണ്. അത് മാത്രമല്ല, സാറിന് ആലോചിച്ച് നോക്കി, ഇയാൾ കോടീശ്വരനാണ്, എന്നിട്ട് ഇയാൾ ഈ പറയുന്ന പിന്നാക്കക്കാരനാണ്, സാമ്പത്തികമായി പിന്നാക്കം എന്ന് പറഞ്ഞിട്ടുള്ള OBC-യുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ശരിക്കും പിന്നോക്കം നിൽക്കുന്ന OBC-കാരനായിട്ടുള്ള ഒരാളുടെ ചാൻസ് കളഞ്ഞു. ഒരാളുടെ ചാൻസാണ് പോയത്. അപ്പോൾ അവൻ ഇപ്പോഴും കൂലിപ്പണിയെടുത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. എവിടെയെങ്കിലും ചിലപ്പോൾ PSC LD ക്ലർക്കാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ജോലി ഉണ്ടാവും. അതെ. അപ്പോൾ ഇയാൾ ആ അവസരം തട്ടിയെടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇവരൊന്നും ഉളുപ്പില്ല എന്നുള്ളതാണ്. നാണമുള്ളവനാണെങ്കിൽ ഇങ്ങനെ ജീവിക്കില്ലല്ലോ. തൊലിക്കട്ടി എന്തുമാത്രം ഉണ്ടായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കണം. അതാണ്. ഇതേവരെ അനിൽ വിളയിനെതിരെ ഒരു കേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഡിഫേമേഷൻ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം രണ്ടുപേരും. ഇപ്പോൾ ഈ 2 LDF-ഉം UDF-ഉം 2 കൂട്ടരും രണ്ടുകൂടെ ഭരിച്ചിട്ടുള്ളൂ. അവർ 2 പേരും ഒന്നും പറഞ്ഞിട്ടില്ല ഇയാളുടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഈ മറിമായത്തിനെ പറ്റിയിട്ട്. അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെ വരുമ്പോൾ അനിൽ വിളയിൽ പറയുന്ന ഒരു ആരോപണം മാത്രമല്ല നമുക്ക് തോന്നിപ്പോണത് അതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാധാരണ രീതിയിൽ തെറ്റാണെങ്കിൽ അനിൽ വിളയിൽ നേരെ കേസ് വരണം, ആ പത്രസമ്മേളനം ക്യാരി ചെയ്ത TVക്കെതിരെ കേസ് വരണം, അങ്ങനെയൊക്കെയാണല്ലോ കേസ് വരിക. അതെ. അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതായത് 74 കോടിയോളം അസറ്റുള്ള ഒരാൾ 1,80,000 ഉള്ളൂ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണം പുറത്ത് വന്നു, ഇനി എത്ര എണ്ണം ഇങ്ങനെ ഉണ്ട്? എത്ര എണ്ണം ഇല്ലാത്തതുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്രയോ അർഹരായ ആൾക്കാരുടെ അവസരങ്ങളായിരിക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള തെറ്റായ ഈ ബ്യൂറോക്രാറ്റിക് വ്യവസ്ഥ ഉണ്ട്. അതെ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്നു, തഹസിൽദാരുടെ അവിടെ ചെല്ലുന്നു, കണ്ണെടുത്തത് പാസ്സാക്കി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പം നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അതെ. പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല. അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അനിൽ വിളയിലിൻ്റെ ആരോപണം ശരിയാണെങ്കിൽ ഇത് വളരെ തെറ്റായ പ്രവണതയാണ്, അപകടകരമായ പ്രവണതയാണ്. അതെ.
അപ്പോൾ തെറ്റല്ല എന്ന് പറയാൻ നമുക്കിപ്പോൾ സാധ്യമല്ല. കാരണം ആരും പ്രതികരിച്ചിട്ടില്ല. അനവധി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് വന്നു. ആരും അതിനായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം എന്നെ പറ്റി ഇങ്ങനെ ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കുകയല്ലേ, നോട്ടീസ് അയക്കണ്ടേ, വക്കീൽ നോട്ടീസ് അയക്കണ്ടേ, ചെയ്തിട്ടില്ല. അപ്പോൾ അനിൽ വിളയിൽ പറഞ്ഞാൽ ശരിയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അല്ല, നമ്മുടെ മുന്നിലായാലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മുടെ കൺമുന്നിലില്ല. നമ്മൾ അനിൽ വിളയിൻ്റെ പത്രസമ്മേളനത്തിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കമൻറ്റ് പറയുന്നത്. പക്ഷെ അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്? ഇതിൽ കള്ളത്തരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ന് തന്നെയല്ലേ? അതെ, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതല്ലേ? അതെ, അതാണ്. വളരെ ഉയർന്ന പദവികളിലെ ആളെത്തുന്നു, തട്ടിപ്പ് നടത്തി. എത്തുന്നു എന്ന് മാത്രമല്ല, അർഹനായ ഒരാൾ പിന്തള്ളപ്പെടുന്നു. അതെ, കൊടിയ അനീതിയാണ്, വലിയ അനീതിയാണ്.